സകലത്തിൻ്റെയും അധിപനായ ദൈവമേ, അങ്ങേക്ക് മഹത്വം. പ്രിയ വായനാ സുഹൃത്തെ, പുതിയ ദിവസത്തിൻ്റെ വായനാ സെഷനിലേക്ക് താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. ഇന്ന് ഏപ്രിൽ 10, ഒന്നാമത്തെ വായനാഭാഗം സംഖ്യാപുസ്തകം 28-ാം അധ്യായം. ദൈവം മോശയോട് പിന്നെയും അരുളി ചെയ്യുന്നത്, എനിക്ക് സൗരഭ്യവാസനയായ ദഹനയാഗങ്ങൾക്കുള്ള എൻ്റെ ഭോജനമായ വഴിപാട് തക്ക സമയത്ത് എനിക്ക് അർപ്പിക്കേണ്ടതിന് ജാഗ്രതയായിരിപ്പിൻ. അപ്പോൾ തക്ക സമയത്ത് അർപ്പിക്കേണ്ടത് ഭോജനയാഗം മാത്രമല്ല, എല്ലാ യാഗങ്ങളും, ദഹനയാഗമായാലും പാനീയയാഗമായാലും എല്ലാം അതാതിൻ്റെ സമയത്ത് അർപ്പിക്കേണ്ടതാണ്. അതിനെ സംബന്ധിച്ചാണ് ആദ്യം അവിടെ ആട്, എണ്ണ, മാവ് ഇതൊക്കെയും ഉപയോഗിക്കേണ്ട രീതികളെ സംബന്ധിച്ചും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് 9-ാമത്തെ വാക്യത്തിൽ ശബത്ത് നാളിൽ എന്ത് ചെയ്യണം? അവിടെ ഊനമില്ല, 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 2 കുഞ്ഞാടിനെയും അങ്ങനെയാണ് അവിടെ പറയുന്നത്. അത് ശബത്ത് തോറുമുള്ള ഹോമയാഗം, അത് മുടങ്ങാൻ പാടില്ല. പിന്നെ നിങ്ങളുടെ മാസാരംഭങ്ങളിൽ നിങ്ങൾ യഹോവയ്ക്ക് ഹോമയാഗത്തിനായി 2 കാളക്കിടാവിനെയും 2 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 7 കുഞ്ഞാടിനെയും, കാള ഒന്നിന് ഭോജനയാഗമായി എണ്ണ ചേർത്ത 3 ഇരട്ടി മാവും, ആട്ടുകൊറ്റിന് ഭോജനയാഗമായി എണ്ണ ചേർത്ത 2 ഇടങ്ങഴി മാവും, ഇങ്ങനെ പറഞ്ഞ് താഴോട്ട് പോകുന്ന ഒരു കണക്ക് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം അവിടെയും കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 16-ാമത്തെ വാക്യത്തിൽ 1-ാം മാസം 14-ാം തീയതി യഹോവയുടെ പെസഹ. അപ്പോൾ പെസഹയെ സംബന്ധിച്ച് പെസഹ അന്ന് സന്ധ്യാസമയത്താണ് പെസഹ ആചരിച്ച് 15-ാം തീയതി പെരുന്നാളായിരിക്കണം. അപ്പം രാത്രിയാണ് പെസഹ അറിയാമല്ലോ. പെസഹ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്നത്, പുറപ്പാടാണ്. ആ പുറപ്പാട് വരുന്നത് ആ രാത്രിയിലാണ് അവരെ അവിടെ ഈ എല്ലാവരും അവരവരുടെ വീട്ടിൽ ഒരു കുഞ്ഞാടിനെ, ഊനമില്ലാത്ത കുഞ്ഞാടിനെ അറുക്കുകയും അത് അവരുടെ വാതിലിൻ്റെ കട്ടളയിലും കുറുമ്പടിയിലും ഒക്കെ അത് പുരട്ടി സംഹാരദൂതൻ കടന്നു വരുമ്പോൾ ആ വീട്ടിലെ ആരും മരിക്കാതിരിക്കാൻ തക്കവണ്ണമുള്ള ഒരു ദൈവത്തിൻ്റെ നിർദ്ദേശം ഉണ്ടാവുകയും ആ കൽപ്പന അവരനുസരിക്കുകയും ചെയ്തത് വഴിയാണ് അവിടെ ആരും മരിക്കാതിരുന്നത്. എന്നാൽ അത് ചെയ്യാതിരുന്ന മിസ്രയീമിലെ എല്ലാ വീടുകളിലും 1, 2, 3, 4 പേര് മൂത്തവർ, അവിടുത്തെ ഓരോ ഇതിലുള്ള മൂത്ത ആദ്യജാതന്മാർ എല്ലാവരും മരിച്ചുപോയി. അതിൻ്റെ ഓർമ്മയാണ് ഈ പെസഹ. ആ പെസഹ ഇവിടെ ആചരിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതും മുടങ്ങാൻ പാടില്ല. പിന്നെ 26-ാമത്തെ വാക്യത്തിൽ വാരോത്സവമായ ആദ്യ ഫല ദിവസത്തിലെ പെരുന്നാൾ, അത് ധാന്യത്തിൻ്റെ പെരുന്നാളാണ്. അപ്പോൾ അതും കൃത്യമായി ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ യാഗങ്ങളെ സംബന്ധിച്ച് ദൈവം കൃത്യമായ നിർബന്ധമായ നിർദ്ദേശം കൊടുക്കുമ്പോൾ, കൽപ്പന കൊടുക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഇന്ന് ഈ യാഗങ്ങളൊന്നും ഇപ്പോൾ അവശേഷിച്ചിട്ടില്ല. ഇന്ന് ഈ യാഗങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ക്രിസ്തീയ വിശ്വാസിയായിരിക്കും, നമ്മളാരും ഈ യാഗം ചെയ്യുന്നില്ല. ബൈബിളിൽ എന്നാൽ പറഞ്ഞിട്ടുള്ളതുമാണ്. എന്നാൽ ഈ യാഗം നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അതിന് കാരണം ഈ സകല യാഗങ്ങളെയും യേശുക്രിസ്തു എന്ന ഏകയാഗത്താൽ നീക്കിയിരിക്കുന്നത് കൊണ്ടാണ് നമ്മളിതെല്ലാം ഇപ്പോൾ ചെയ്യാത്തത്. ഈ എല്ലാ യാഗങ്ങളും അതൊക്കെ നിഴലായി നിൽക്കുകയും വരാനിരിക്കുന്ന യേശുക്രിസ്തു എന്ന മനുഷ്യൻ്റെ ആ യാഗത്തിൻ്റെ ആ പൊരുളിലേക്കുള്ള നിഴലുകൾ മാത്രമായിരുന്നു. പൊരുൾ വന്നാൽ പിന്നെ നിഴലില്ല. അതുകൊണ്ട് ആ എന്തിനു വേണ്ടിയാണോ ഈ നിഴലുകളായി നിന്നിരുന്ന ഈ യാഗങ്ങൾ നിന്നിരുന്നതോ, അത് വരേണ്ടത് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇതെല്ലാം മാറിപ്പോവുകയാണ്. പിന്നെ ഇതെല്ലാം നിലനിൽക്കേണ്ട ആവശ്യമില്ല. അത് ദൈവം അതിനെ നിർത്തലാക്കി. ദൈവം ആ യാഗങ്ങളെയൊന്നും ഇപ്പോൾ കാണുന്നില്ല. യേശുക്രിസ്തു എന്ന യാഗം മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തു എന്ന യാഗം ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. ഇനി നമ്മളെന്നും ആ യാഗം യേശുക്രിസ്തുവിനെ ദിവസവും എല്ലാ വർഷവും ദുഃഖവെള്ളിയാഴ്ചയുടെ അന്ന് യേശുക്രിസ്തുവിനെ വീണ്ടും യാഗം അർപ്പിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. പക്ഷേ ഈ യാഗത്തിൻ്റെ ഓർമ്മ, അതാണ് ക്രിസ്തു ശിഷ്യന്മാരുമായിട്ട് ആ തലേ ദിവസം ഇരിക്കുമ്പോൾ പറഞ്ഞത്. അന്നത്തെ തലേ ദിവസം, അതെ, ആ പെസഹയുടെ സമയത്ത് അവരോട് പറയുന്നത്, ഇത് വാങ്ങി കുടിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തം, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അപ്പോൾ ആ കാണിച്ചു കൊടുത്ത മാതൃക ഓർമ്മയ്ക്കായി അപ്പം വാഴ്ത്തി നുറുക്കി അത് ഭക്ഷിക്കുന്നതും, വീഞ്ഞ് വാഴ്ത്തി അത് ഭക്ഷിക്കുന്നതും ശരീരത്തിൻ്റെയും അപ്പത്തിൻ്റെയും എംബ്ലംസായി നിൽക്കുന്നു, പ്രതീകങ്ങളായി നിൽക്കുകയും
അത് ഭക്ഷിക്കുക വഴി നമ്മൾ ആ യാഗം അർപ്പിച്ചതിൻ്റെ ഓർമ്മ, ആ യാഗം നടത്തിയതിൻ്റെ ഓർമ്മയിലേക്ക് അത് ചെയ്തു പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ അത് ചെയ്യുകയും അത് വിശ്വസിക്കുകയും എനിക്ക് വേണ്ടിയാണ് ക്രിസ്തു യാഗമായി അർപ്പിക്കപ്പെട്ടത്, സകല യാഗങ്ങളെയും ദൈവം നീക്കിയിട്ടുണ്ട്, ഇനി വേറൊരു യാഗവും അവശേഷിക്കുന്നില്ല എന്നുള്ള ഓർമ്മയിലും ബോധ്യത്തിലും അറിവിലും വിശ്വാസത്തിലും എൻ്റെ പാപങ്ങളുടെ ക്ഷമയ്ക്ക് ഇത് ഉതകും എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് അത് ഭക്ഷിക്കുമ്പോൾ അവിടെ ആ മുമ്പ് യാഗങ്ങളിലൂടെ എന്ത് സംഭവിച്ചോ അതൊക്കെ ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ ഓർമ്മയിലും സംഭവിക്കും. അതുകൊണ്ട് ഇന്ന് ഈ യാഗങ്ങളൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഈ കാര്യങ്ങളെ പഠിക്കേണ്ടതില്ല. പക്ഷേ ഓർക്കേണ്ടത് ഒരുപാട് യാഗങ്ങളുണ്ടായിരുന്നു. ആ യാഗങ്ങൾ അല്ലെങ്കിൽ നമ്മളത് ഇന്ന് നിലനിന്നിരുന്നെങ്കിലും ആ യാഗങ്ങളൊക്കെ ചെയ്യാൻ നമ്മളും ബാധ്യസ്ഥരായിരുന്നു. യാഗങ്ങൾ ചെയ്ത് നമ്മൾ വല്ലാതെ വലിഞ്ഞു പോയേനെ. ഒരുപാട് യാഗങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും. കാരണം വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുന്നവരാണ്. ആ തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുന്നതിൻ്റെ യാഗങ്ങൾ, പിന്നെ ഉത്സവങ്ങളുടെ യാഗങ്ങൾ, പെസഹയുടെ യാഗം, നിരന്തര ഹോമയാഗം, ദിവസവും ചെയ്യേണ്ട യാഗം, ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടവരായിരുന്നു. എന്നാൽ ദൈവം വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമാക്കി നമുക്ക് മാറ്റി തന്നതാണ്. അതിന് ദൈവം കൊടുക്കേണ്ടി വന്നത്, ക്രിസ്തു കൊടുക്കേണ്ടി വന്നത് വലിയ വിലയാണ്, വളരെ വലിയ വിലയാണ്. പക്ഷേ ആ വിലയൊന്നും അത് പാഴായില്ല. ക്രിസ്തുവിനായാലും അത് ഏറ്റവും വലിയ പ്രതിഫലമാണ് ക്രിസ്തുവിന് ലഭിച്ചത്. 3 ദിവസം പോലും മരിച്ചിരിക്കാൻ ആ ക്രിസ്തുവിന് കഴിഞ്ഞില്ല. അത്ര വിശുദ്ധനായിരുന്നു ക്രിസ്തു. 3 ദിവസം, മൂന്ന് പൂർണ്ണ ദിവസം പോലും മരിച്ചിരിക്കേണ്ടി വന്നില്ല. അതിനു മുമ്പേ ഉയർത്തെഴുന്നേൽപ്പിച്ചു ദൈവം. ഉയർത്തെഴുന്നേൽപ്പിച്ച് ജീവനോടെ ഇരുത്തിയിരിക്കുന്നു. സകല നാമങ്ങൾക്ക് മേലെ, ദൂതന്മാർക്ക് മേലെയായിട്ട് യേശുക്രിസ്തുവിന് വെച്ചിട്ട്. അപ്പോൾ യേശുക്രിസ്തുവിന് അന്നത് ചെയ്തു തൊട്ട് നഷ്ടമായില്ല. പക്ഷേ അങ്ങനെ ഒരു യാഗം അർപ്പിക്കാൻ കാണിച്ച മനസ്സ്, ആ അനുഭവിച്ച കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ നമ്മൾ ഓർക്കുമ്പോഴാണ് ഇതിന് കൊടുത്ത വിലയെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. അപ്പം അങ്ങനെ ആ വിലയിലൂടെ നമുക്ക് തന്ന മോചനത്തെ ഓർത്തുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും വർഷത്തിലൊരിക്കലല്ല, എല്ലാ ദിവസവും ഓർക്കുകയും ആ ഉയർപ്പ്, അതും ഒരു വർഷത്തിലൊരിക്കൽ ഒരു ഞായറാഴ്ച വരുന്നതല്ല, എല്ലാ ദിവസവും എല്ലാ നിമിഷവും ആ ഉയർപ്പിലൂടെ നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കപ്പെട്ടതാണ് എന്നുള്ള ആ ബോധ്യത്തിൽ, അതേ വിശുദ്ധിയിൽ നമ്മൾ നടക്കേണ്ടതാണെന്നുള്ളതാണ് അതിനകത്തുനിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ. രണ്ടാമത്തെ വായനാഭാഗം സദൃശവാക്യങ്ങൾ 20-ാം അധ്യായം. അവിടെ ചില വാക്യങ്ങളിലേക്ക്, അതിൻ്റെ 3-ാമത്തെ വാക്യം, വ്യവഹാരം ഒഴിഞ്ഞിരിക്കുന്നത് പുരുഷന് മാനം. പ്രത്യേകിച്ച് സഹോദരന്മാരുമായിട്ട് വ്യവഹാരത്തിന് പോകരുത്. അതിനെ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ പറയുന്നത്, നമ്മൾ വായിക്കുന്നത്, സഹോദരനോട് ഈ പ്രശ്നമുണ്ടായാൽ അവനോട് ക്ഷമിക്കാനാണ്. ക്ഷമിക്കാൻ തന്നെയാണ് സദൃശവാക്യങ്ങളിലും നമുക്കിനി മുമ്പോട്ട് 27-ാമത്തെ അധ്യായത്തിലൊക്കെ കാണും. അത് ശത്രുവിനോട് ക്ഷമിക്കാനാണ്. അപ്പോൾ ശത്രുവിനോട് ക്ഷമിക്കാൻ പറഞ്ഞാൽ പിന്നെ സഹോദരനോട് ക്ഷമിക്കാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ സഹോദരനോട് ക്ഷമിക്കാനാണ്. അപ്പം സഹോദരനെതിരെ കൊണ്ട് കേസ് കൊടുക്കാനും പാടില്ല എന്നാണ്. അപ്പോൾ സഹോദരനെതിരെ എന്നല്ല, ആർക്കുമെതിരെയും. അപ്പോൾ വ്യവഹാരം ഒഴിഞ്ഞിരിക്കുന്നത് പുരുഷന് മാനം. അത് കഴിഞ്ഞ് താഴോട്ട്, പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ, അവൻ്റെ ശേഷം അവൻ്റെ മക്കളും ഭാഗ്യവാന്മാർ, അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പരമാർത്ഥതയിൽ നടക്കുന്ന ദൈവഭക്തൻ, നീതിമാൻ, വിശ്വാസി, അവൻ നീതിമാനാണ്. അവൻ്റെ ശേഷം അവൻ്റെ മക്കളും അനുഗ്രഹിക്കപ്പെട്ടവരാകും. 2 തരം തൂക്കവും 2 തരം അളവും രണ്ടും ഒരുപോലെ യഹോവയ്ക്ക് വെറുപ്പ്. ഇടതുവശത്ത് 1 കിലോ ഇട്ടാൽ വലതുവശത്ത് 1 കിലോയ്ക്കുള്ള അരി തന്നെ തൂക്കിക്കൊടുക്കണം. കൂടിയിരുന്നാലും കുഴപ്പമില്ല, കുറയാൻ പാടില്ല. ബാല്യത്തിൽ തന്നെ ഒരുത്തൻ്റെ പ്രവൃത്തി നേരും വെളുപ്പമുള്ളതാണോ എന്നറിയാം. അപ്പോൾ ബാല്യത്തിലെ ഒരു കുട്ടിയുടെ പ്രവൃത്തികൾ കൊണ്ട് തന്നെ അവൻ്റെ അവസാനവും എന്താവുമെന്നറിയാം. അത് വലുതാകുമ്പോഴും എങ്ങനെയെന്ന് അവനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. കേൾക്കുന്ന ചെവി, കാണുന്ന കണ്ണ്, ഇവ രണ്ടും യഹോവ ഉണ്ടാക്കി. എന്നിട്ട് പറയാണ്ട്, ദരിദ്രനാകാതെ ഇരിക്കേണ്ടതിന് നിദ്രാപ്രിയനാകരുത്. ഇപ്പം ഭയങ്കരമായ ഉറക്കം എപ്പോഴും ഉറങ്ങി കിടക്കുന്നവന് ഒരിക്കലും അവൻ ദരിദ്രനായി തന്നെ തീരുകയുള്ളൂ. കാരണം അവൻ അധ്വാനിക്കാൻ സമയമില്ല. എന്നാൽ നീ കണ്ണു തുറക്കുക, നിനക്ക് വേണ്ടുവോളം ആഹാരം ഉണ്ടാകും. കണ്ണു തുറക്കുക എന്ന് പറഞ്ഞാൽ കണ്ണു തുറന്ന് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ല, നിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളെ കാണുകയും അതിന് ആവശ്യമായ പ്രവൃത്തികൾ നീ ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിനക്ക് ആഹാരത്തിന് ഒരിക്കലും മുട്ടുണ്ടാകുകയില്ല. പിന്നൊരു കാര്യം പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങാൻ പോകുമ്പം
ആദ്യം അത് ചീത്ത കൊള്ളില്ല എന്ന് പറയും. വാങ്ങിക്കഴിഞ്ഞിട്ടോ, വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഏതൊരു സാധനം ചീത്തയായിരുന്നാലും നാം പണം കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് മറ്റുള്ളവരോട് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് എൻ്റെ കയ്യിലിരിക്കുന്നതെന്നാണ്. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വിലയ്ക്ക് വാങ്ങുന്നവൻ ചീത്ത എന്ന് പറയുന്നു. വാങ്ങി തൻ്റെ വഴിക്ക് പോകുമ്പോഴോ അവൻ അതിനെ പ്രശംസിക്കുന്നു. പൊന്നും അനവധി മുത്തുകളും ഉണ്ടല്ലോ, പരിജ്ഞാനമുള്ള അധരങ്ങളോ വിലയേറിയ ആഭരണം. അപ്പം അതിനേക്കാളുമൊക്കെ പൊന്നും മുത്തും പവിഴവും ഒക്കെ ഉള്ള വിലയേറിയ സമ്പത്തുകൾ അനവധിയുണ്ട്. എന്നാൽ പരിജ്ഞാനമുള്ള അധരം അതിനേക്കാൾ വലിയ ആഭരണമാണെന്നാണ്. എൻ്റെ കാര്യം എഴുതിയിരിക്കുന്നത്, അന്യന് വേണ്ടി ജാമ്യം നിൽക്കുന്നവൻ്റെ വസ്ത്രം എടുത്തുകൊള്ളുക, അന്യജാതിക്കാരന് വേണ്ടി ഉത്തരവാദിയാകുന്നവനോട് പണയം വാങ്ങുക. വേറെയും ചിലയിടത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ സഹോദരന് ജാമ്യം നിൽക്കുന്നവൻ പെട്ടുപോയി എന്നാണ്. അപ്പോൾ അങ്ങനെ ജാമ്യം നിൽക്കാനൊരു വ്യവസ്ഥ ഇതിനകത്തില്ല. പക്ഷെ നമുക്ക് പലരോടും ദയ തോന്നുകയും സഹോദരനല്ലേ അല്ലെങ്കിൽ കൂട്ടുകാരനല്ലേ എന്നൊക്കെ തോന്നി ജാമ്യം നിൽക്കുകയൊക്കെ ചെയ്യും. ജാമ്യം നിൽക്കുമ്പം അതിനകത്തുള്ളൊരു അപകടത്തെ സംബന്ധിച്ച് ദൈവം സൂചിപ്പിക്കുന്നുണ്ട്. വ്യാജത്താൽ നേടിയ മനുഷ്യന് മധുരം, വ്യാജത്താൽ നേടിയ ആഹാരം മനുഷ്യന് മധുരം, പിന്നത്തേതിൽ അത് കയ്പായി എന്നറിയാം. അപ്പം പറ്റിച്ചും കളിപ്പിച്ചും ഒരു സംഗതിയും നമ്മൾ നേടരുത്. അത് നേടിയാൽ പിന്നീട് അത് നമുക്ക് ബുദ്ധിമുട്ടായി തീരും, നമുക്കത് നാശകരമായി തീരും, ശാപകരമായി തീരും എന്നുള്ളതാണ്. കാരണം ഇതെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ താഴോട്ട്, ആരെങ്കിലും അപ്പനെയോ അമ്മയോ ദുഷിച്ചാൽ അവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. അത് 20-ാം അധ്യായം, പുറപ്പാട് 20-ാം അധ്യായത്തിലെ കൽപ്പനയിൽ ഉണ്ടല്ലോ, നീ നിൻ്റെ അപ്പനെയും അമ്മയും അനുസരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് അവിടെ തന്നെ ഉള്ളതാണ്. അപ്പോൾ അതിൽ അപ്പനെയും അമ്മയും ദുഷിച്ചാൽ, അത് ദൈവത്തിൻ്റെ പഴയ നിയമത്തിലെ തന്നെ കൽപ്പനകളിലൊന്നാണ്, ഒരു തന്നെ അപ്പനെയും അമ്മയും ദുഷിച്ചാൽ അവനെ കൊന്നുകളയാനാണ്. അത് അങ്ങനെ തന്നെയാണ് അതിനകത്തുള്ള കൽപ്പന. ഞാൻ ദോഷത്തിന് പകരം പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്. യഹോവയെ കാത്തിരിക്കുക, അവൻ നിന്നെ രക്ഷിക്കും. അപ്പം നമ്മളോടൊരുത്തൻ ദ്രോഹം ചെയ്താൽ തിരിച്ച് ചെയ്യാൻ പോകരുത്. ദൈവം അതിന് പ്രതിക്രിയ ചെയ്യുന്നത് വരെ കാത്തിരിക്കുക. ദൈവം അത് ചെയ്യുമെന്നാണ് പറയുന്നത്. വീണ്ടും 2 തരം തൂക്കും 2 കള്ളത്തുലാസും ദൈവത്തിന് കൊള്ളരുത്, യഹോവയ്ക്ക് വെറുപ്പെന്ന് വീണ്ടും എഴുതിയിരിക്കുന്നു. ഇത് നിവേദിതമെന്ന് തത്രപ്പെട്ട് നേരുന്നതും നേർന്ന ശേഷം നിരൂപിക്കുന്നതും മനുഷ്യന് ഒരു കെണി. അപ്പം അതിന് ഭാഗത്ത് വേറെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു നേർച്ച നേർന്നാൽ അത് നേരാതിരിക്കുന്നത് നന്നല്ല, അതിനേക്കാൾ നിവർത്തിക്കാതിരിക്കുന്നത് നല്ലല്ലോ. നേർച്ച നേർന്നാൽ അത് ചെയ്യണം, അതിനേക്കാൾ നേർച്ച നേരാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ഇന്ന കാര്യം ചെയ്തു കൊള്ളാം, ദൈവസന്നിധിയിൽ ഞാൻ ഇന്ന തീരുമാനം എടുത്തുകൊള്ളാം എന്ന് തീരുമാനം എടുത്തിട്ട് ആ തീരുമാനം നടപ്പാക്കാതിരിക്കുന്നതിനേക്കാളും തീരുമാനം എടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തിൻ്റെ അറകളെയൊക്കെയും ശോധന ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഹൃദയം അല്ലെങ്കിൽ മനുഷ്യൻ യഹോവയുടെ ദീപമാണ്. അത് ഉദരത്തിൻ്റെ അറകളെയൊക്കെയും ശോധന ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ വാക്യം വായിക്കുന്നത് തന്നെത്താൻ ശോധന ചെയ്യണമെന്നാണ്. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്യണമെന്നാണ് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്യണം. അപ്പോൾ ഈ ഒരു ശോധന അത് ദൈവം ചെയ്യും. ദൈവം നമ്മളെ ശോധന ചെയ്യുന്നുണ്ട്, അത് ഓർക്കണം. ദൈവം നമ്മളെ ശോധന ചെയ്യുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ 20-ാം അധ്യായത്തിൽ പറയുന്നത്. എല്ലാ ഭാഗങ്ങളും ഞാൻ വായിച്ചിട്ടില്ല. ചില എൻ്റെ കണ്ണിൽ പെട്ടെന്ന് കാണുകയും കുറച്ചുകൂടെ പ്രാധാന്യമുണ്ടെന്ന് തോന്നുകയും ദൈനംദിന ജീവിതത്തിൽ കൂടുതൽ അത്യാവശ്യമായ ചില വാക്യങ്ങൾ മാത്രമാണ് വായിച്ചത്. 3-ാമത്തെ വായനാഭാഗം, നാം വീണ്ടും സുവിശേഷത്തിലേക്ക് തിരിച്ചു വരികയാണ്. 3 ലൂക്കോസ് വരെയുള്ള സുവിശേഷങ്ങൾ നമ്മൾ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് വായിച്ച് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ 4-ാമത്തേതും അവസാനത്തേതുമായ സുവിശേഷം യോഹന്നാൻ എഴുതിയ സുവിശേഷം, അതിൻ്റെ 1-ാമത്തെ അധ്യായമാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ വാക്യം. ആദിയിൽ വചനമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകം എടുക്കുമ്പോൾ ദൈവം പറയുന്ന വചനമാണ്, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു. അപ്പോൾ ആദിയിൽ വചനമല്ലല്ലോ ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ആദിയിൽ ഉണ്ടായിരുന്ന വചനമല്ല, ദൈവമാണ്.
ആ വചനം ദൈവത്തോട് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു. അപ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് അങ്ങ് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനല്ല, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. അപ്പം ആദിക്ക് വചനം ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ദൈവമുണ്ട്, ദൈവത്തിൻ്റെ വചനമുണ്ട്. ദൈവത്തിൻ്റെ വചനം എപ്പോൾ ഉണ്ട്? ദൈവം വചനം പറയുമ്പോഴുണ്ട്. ദൈവം ഉണ്ടായിരിക്കുമ്പോഴോ വചനം അവിടെ ഇല്ല. അപ്പോൾ ദൈവമുണ്ടായിരുന്നു, ദൈവം വചനം പറഞ്ഞു, വചനം ദൈവമായിരുന്നു. അപ്പം അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ ആദിയിൽ ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ പക്കലുണ്ടായിരുന്ന വചനം എന്നർത്ഥത്തിലല്ല, ആദ്യം ഉണ്ടായിരുന്ന വചനം എന്നർത്ഥത്തിലല്ല. ഈ നമ്മളിന്ന് തുറന്നു വെച്ച് വായിക്കുന്ന ഈ പുതിയ എല്ലാ പുസ്തകത്തിലെ എല്ലാ വാക്യങ്ങളും വചനങ്ങളും ദൈവത്തിൻ്റെതാണ്. അപ്പോൾ നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ല, ക്രിസ്തുവിനെ കണ്ടിട്ടില്ല, പ്രവാചകന്മാരെ കണ്ടിട്ടില്ല, അപ്പോസ്തലന്മാരെ കണ്ടിട്ടില്ല. നമ്മുടെ മുമ്പിൽ ആകെയുള്ളത് ഈ കറുത്ത പുസ്തകത്തിലെ വെളുത്ത പേജുകളും അതിലെ കറുത്ത വരകളും മാത്രമാണ്, അക്ഷരങ്ങളും മാത്രമാണ്. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്. നീ കൊല ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമ്മളെന്താ കാണുന്നത്? കൊല ചെയ്യരുതെന്ന് പറയുന്ന വചനമാണോ, ആ വചനം പറഞ്ഞ ദൈവത്തെയാണോ? അപ്പോൾ അവിടെയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് വചനം ദൈവമായിരുന്നു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, ഇതൊത്തിരി ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഭാഗമാണ്, അതുകൊണ്ട് ഇത്തിരി സമയമെടുക്കും, ക്ഷമിക്കണം. എന്നിട്ട് അവിടെ ഈ വചനത്തെ അവൻ എന്ന് പറയുന്നുണ്ട്. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. അപ്പോൾ അത് വചനത്തെ ഒരു പുരുഷ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നതാണ്. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടെ ഉളവായതല്ല, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ദൈവം അത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവിടെ അവൻ 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 എന്ന് പറയുന്നത് വചനമാണ്. എന്നിട്ട് പിന്നെ പറയുന്നു വീണ്ടും 6-ാമത്തെ വാക്യത്തിൽ, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യന് വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അവിടെ വീണ്ടും അവൻ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവന് യോഹന്നാൻ എന്ന് പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ വന്നു. എന്നാൽ അവൻ വെളിച്ചമായിരുന്നു. അപ്പോൾ ഒരു വെളിച്ചം വരാനുണ്ട്. ആ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് അവൻ വന്നത്. അവൻ ആരാണ്? അവൻ യോഹന്നാനാണ്, യോഹന്നാൻ സ്നാപകൻ. എന്നിട്ട് വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടവനായിരുന്നു യോഹന്നാൻ. ആ സാക്ഷ്യമാണ് യോഹന്നാൻ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് 9-ാമത്തെ വാക്യം, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്ന് മുതൽ വന്നുകൊണ്ടിരുന്നു? ഉൽപ്പത്തി മുതലേ വന്നുകൊണ്ടിരിക്കുകയാണ്. വന്ന് ഒരു സമയത്ത് അത് എത്തി. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അപ്പോൾ എല്ലാം ഈ വെളിച്ചത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉണ്ടായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. ആരെക്കുറിച്ചാണെന്ന് മനസ്സിലായല്ലോ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവിടെ പറയുന്ന അവൻ ക്രിസ്തുവല്ല, മറിച്ച് ദൈവമാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ ഇവിടെ അവനെന്ന് പറയുന്നത് ആദ്യം വചനത്തെക്കുറിച്ച് അവനെന്ന് പറയുന്നു, പിന്നെ യോഹന്നാൻ സ്നാപകനെ അവനെന്ന് പറയുന്നു, അത് കഴിഞ്ഞിട്ട് യേശുക്രിസ്തുവിനെ അവനെന്ന് പറയുന്ന ഭാഗമുണ്ട്, അതുപോലെ തന്നെ ദൈവത്തെയും അവനെന്ന് പറയുന്ന ഭാഗമുണ്ട്. അപ്പോൾ ഇത് തിരിച്ചറിയാതെ വചനം ജഡം ധരിച്ചു എന്നൊക്കെ പറയുന്ന ഭാഗം താഴേക്ക് വരുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട് പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് ആദ്യമേ ഈ കാര്യങ്ങളെ പറഞ്ഞു വരുന്നത്. അവിടെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്തെ ജനിച്ചത്. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല. അപ്പം നിത്യജീവൻ അവകാശമായി വരുന്ന ഒരു മനുഷ്യനും ജഡത്തിൻ്റെ ഇഷ്ടത്താൽ, ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും ഇഷ്ടത്താൽ ജനിച്ചവരല്ല. അങ്ങനെ ജനിച്ചവരെല്ലാം മരണത്തോടുകൂടെ ആ ജനനത്തിൻ്റെ അന്ത്യം കഴിഞ്ഞു. പിന്നെ ഒരുവൻ ഉയർത്തെഴുന്നേറ്റ് പുറത്തു വരുന്നത് അവൻ ഒരു സ്ത്രീയുടെയോ പുരുഷൻ്റെയോ ഇഷ്ടത്താൽ ജനിച്ചല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്താലാണ്. അവിടെ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവരാണ്, ദൈവം ജനിപ്പിക്കുന്നവരാണ്. എന്നിട്ട് എൻ്റെ 14-ാമത്തെ വാക്യത്തിൽ, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായ അവൻ്റെ തേജസ്സായി കണ്ടു.
ഇപ്പം വചനം ജഡമായി തീർന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വചനം ജഡമായി തീരുന്നത്? ഒരു വചനത്തിനും ജഡമായി തീരാനൊക്കത്തില്ല. എന്നാൽ വചനം ജഡമായി തീർന്നത് ഒരു വചനമല്ല, പഴയ നിയമ പുസ്തകത്തിലെ അനേകം വചനങ്ങളാണ് ജഡമായി തീർന്നത്. അതിൽ ആദ്യം കാണുന്നത് വചനമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുന്ന സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്ന വചനം. സ്ത്രീയുടെ സന്തതി പിശാചിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും, അവൻ നിൻ്റെ തല തകർക്കും എന്ന് പറയുന്ന ആ സന്തതി, സ്ത്രീയുടെ സന്തതി, ആ സന്തതി യേശുക്രിസ്തുവാണ്. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ഒരു വചനം അത് ജഡമായി തീർന്നു, ആ വചനമാണ് ജഡമായി തീർന്നത്. അതുപോലെ ഇങ്ങോട്ട് വരുമ്പം നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവന് ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവന് എന്താ പറയുന്നത്, നിത്യപിതാവ്, അത്ഭുത മന്ത്രി എന്നൊക്കെയും പേർ വിളിക്കും എന്ന് പറയുന്നതും ഒരു വചനമാണ്, ജഡമായി തീരാനിരിക്കുന്ന വചനം. അപ്പോൾ ഈ ജഡമായി തീർന്നു എന്ന് പറയുന്നതൊക്കെയും ഒരു വചനത്തെയല്ല. അപ്പോൾ തിരിച്ചൊരു ചോദ്യമുണ്ട്, ഏത് വചനമാണ് ജഡമായി തീർന്നതെന്ന് ചോദിക്കുമ്പോൾ ഏത് ഉത്തരം പറയും? അപ്പം അവിടെയാണ് ഞാൻ ഈ പറയുന്ന ഉത്തരം. ഒരു വചനമല്ല, അനേകം വചനങ്ങൾ, അനേകം പ്രവചനങ്ങൾ നിവൃത്തിയായി എന്നർത്ഥമാണ് വചനം ജഡമായി തീർന്നു എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പഴയ നിയമത്തിലെ എല്ലാ വചനങ്ങളും, എല്ലാ പ്രവചനങ്ങളും നിവൃത്തിയായി തീരുന്നതിനെ സംബന്ധിച്ചാണ് വചനം ജഡമായി തീർന്നു. അങ്ങനെ ആ ജഡമായി തീർന്ന വചനം കൃപയും സത്യവും നിറഞ്ഞവനായി, അതൊരു മനുഷ്യനായി. ആ മനുഷ്യൻ നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന്, അപ്പം ദൈവത്തിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു, എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു. ഏത് യോഹന്നാനാണ്? യോഹന്നാൻ സ്നാപകൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു. യേശുക്രിസ്തു എത്തുന്നതിന് മുമ്പേ എൻ്റെ പിന്നാലെ വരുന്നവൻ അവൻ്റെ എനിക്ക് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ഇതാണ്. അപ്പം എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ യോഹന്നാനെ കുറിച്ചുള്ള പ്രവചനത്തിന് മുമ്പ് തന്നെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം ഉൽപ്പത്തി 3-ാം അധ്യായം മുതലുണ്ട്. അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ യോഹന്നാൻ സ്നാപകൻ ജനിച്ച് 6 മാസം കഴിഞ്ഞിട്ടാണ് യേശുക്രിസ്തു ജനിക്കുന്നത്. ആക്ച്വലി എനിക്ക് മുമ്പുണ്ടായില്ല. എനിക്ക് 6 മാസം ശേഷമാണ് യേശുക്രിസ്തു ഉണ്ടായത്. പക്ഷേ അവിടെ പറയുന്നത് എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെക്കുറിച്ചുള്ള പ്രവചനം വരുന്നതിന് മുമ്പേ യേശുവിനെ കുറിച്ചുള്ള പ്രവചനം ഉണ്ടായിരുന്നു. അവൻ്റെ ചെറുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, അവൻ തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കും, അവന് അധികാരം കൂടുതലുണ്ട്. ഇതൊക്കെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു, എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു. കേട്ടോ, എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു. എൻ്റെ പിന്നാലെ വരുന്നവനാണ്. ഞാൻ ജനിച്ച് 6 മാസം കഴിഞ്ഞ് ജനിച്ചവനാണ്. എന്നെ നിങ്ങളിപ്പോൾ കാണുന്നു, അവനെ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല. അവനെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കാണും. അവൻ പിന്നെ എനിക്ക് മുമ്പനായി തീരും എന്നാണ്. എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും, ഇപ്പോൾ വായിക്കുന്ന എനിക്കും നിങ്ങൾക്കും, അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശെ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. അപ്പോൾ ന്യായപ്രമാണം വായിക്കുമ്പോഴൊക്കെ ന്യായപ്രമാണത്തിലെ യാഗങ്ങളൊക്കെ മാറിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ അത് അവിടെ ലഭിച്ചത് ന്യായപ്രമാണമാണ്, മോശയിലൂടെ ലഭിച്ചത്. എന്നാൽ യേശുക്രിസ്തുവിലൂടെ ലഭിച്ചത് കൃപയും സത്യവും ആണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പക്ഷേ പിതാവിൻ്റെ മടിയിൽ ഇപ്പോൾ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ, അന്ന് ഇത് പറയുമ്പോൾ പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്നവനല്ല, ഇത് ക്രിസ്തു പിന്നെ അതെ പറയുമ്പോൾ, എന്നാൽ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്ന സമയത്താണ് പിതാവിൻ്റെ മടിയിലിരിക്കുന്നത്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് അതങ്ങനെയാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ തുടക്ക സമയത്ത് അങ്ങനല്ല. ഇതിപ്പോൾ ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം കഴിഞ്ഞ് സ്വർഗ്ഗാരോഹണം ചെയ്ത് ദൈവത്തിൻ്റെ മടിയിൽ, ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന സമയത്താണ് എഴുതുന്നത്. അത് പറയുമ്പോൾ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു 18 വാക്യത്തിനകത്ത് വളരെ പ്രധാനമായ ലോകം മുഴുവനും പലതരത്തിൽ തെറ്റിക്കപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ സത്യം ഇതിനകത്തുണ്ട്. അത് മനസ്സിലാക്കി അതിൻ്റേതായ അർത്ഥത്തിൽ അതിനെ ഗ്രഹിക്കേണ്ടതാണ്. തെറ്റായ വിശ്വാസത്തിലൂടെ നമ്മൾ പോയാൽ നമ്മൾ എത്തേണ്ടടുത്ത് എത്തില്ല, വഴി മാറി നടക്കേണ്ടി വരും. അങ്ങനെ സഞ്ചരിക്കുന്നവരെ ദൈവം അവരെ അംഗീകരിക്കുന്നില്ല. ദൈവം ക്രിസ്തു പറയുന്നത് ഒരിടത്ത് പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല,
അപ്പോൾ അവർ പറയും, ഞാൻ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി ഒക്കെ ചെയ്തു, പക്ഷേ എന്നാലും ഞാൻ നിന്നെ അറിയുന്നില്ല, നീ ആരാ എന്ന് ചോദിക്കുന്നൊരു ഭാഗമുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും ഒക്കെ ചെയ്യുന്നവരോട് യേശുക്രിസ്തു പറയുകയാണ്, നിന്നെ ഞാൻ അറിയുന്നില്ല എന്ന് പറയുന്നാൽ, അപ്പം ഞാൻ നീയായിട്ടുള്ള ബന്ധം, അത് ആ ബന്ധം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? ഭൂതങ്ങൾ പുറത്താക്കുന്നതിനല്ല, എൻ്റെ വചനം പ്രമാണിക്കുന്നത്. എൻ്റെ വചനം പ്രമാണിക്കണം, എൻ്റെ വചനം അറിയണം. എൻ്റെ വചനം അറിയണമെങ്കിൽ അത് ഈ പുസ്തകത്തിൽ നിന്ന് സത്യമായിട്ടുള്ളത് വായിച്ച് മനസ്സിലാക്കണം. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടല്ല, അതങ്ങനെ തന്നെയാണോ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിൽ നിൽക്കണം എന്നുള്ളതാണ്. അപ്പം അത്തരം ഒരു വായനയ്ക്ക്, അത്തരം ഒരു അറിവിന് നമ്മളെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. പിന്നെ അതിനകത്ത് ചില ഭാഗങ്ങളൊക്കെ ഒക്കെ ഉണ്ട്. അതൊക്കെയും ക്രിസ്തുവിൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ ക്രിസ്തു ഇവിടെ യോഹന്നാൻ സ്നാനം കഴിപ്പിക്കുന്നത്, യേശു ക്രിസ്തു സ്നാനം ഏൽക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാരെ കണ്ടെത്തുന്നത്, അവർ സ്വീകരിക്കുന്നത്, അതിൽ പത്രോസ്, അന്ത്രയോസ്, പിന്നെ ഫിലിപ്പോസ് ഒക്കെയും നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ താഴോട്ട് അതൊക്കെയും അങ്ങനെ വായിച്ചു പോവുകയാണ്. ശിഷ്യന്മാരെ സ്വീകരിക്കുന്നത്, ശിഷ്യന്മാരാക്കി പലരെയും ആക്കുന്നത്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടാണ് ഈ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അവസാനിക്കുന്നത്. നന്ദി. നമുക്ക് ദൈവം നമ്മളോട് കാണിക്കുന്ന വലിയ മനസ്സലിവ്, അങ്ങനെ മനസ്സലിവ് കാണിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ദൈവത്തെ അറിയാനും ക്രിസ്തുവിനെ അറിയുവാനും ഈ പുസ്തകം വായിക്കാനുമൊക്കെ നമുക്ക് അവസരം കിട്ടുന്നത്. നമുക്ക് നമ്മുടെ നല്ല പ്രവൃത്തി കൊണ്ടോ നമ്മൾ വിശുദ്ധരായതുകൊണ്ടോ, നമ്മൾ കേമന്മാരായതുകൊണ്ടോ, നമ്മൾ അമാനുഷിക ശക്തിയുള്ളവരുണ്ടോ ഒന്നുമല്ല, മറിച്ച് ദൈവം നമ്മളോട് കാണിച്ച കരുണ തന്നെയാണ്. അതുകൊണ്ട് ആ കരുണയ്ക്കൊത്തവണ്ണം നമ്മളുമായി തീരണം. നമ്മൾ സത്യത്തിൽ നടക്കുവാൻ നമ്മൾ ഉത്സാഹിക്കണം. മുമ്പ് പഠിച്ച കാര്യങ്ങൾ, അറിഞ്ഞ കാര്യങ്ങൾ ശരിയാണോ ഒന്നുകൂടി പരിശോധിക്കുവാനും നമുക്ക് ഇടയാകണം. നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ പലതും കേട്ടറിവുകളാണ്, വായിച്ചറിവുകളല്ല. കേട്ടറിവുകൾ ശരിയായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അത് ശരിയാകുന്നതായിരിക്കാം, പക്ഷേ അത് ശരിയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ പുസ്തകത്തിൽ നിന്നാണ്. പുസ്തകത്തിൽ നിന്ന് വായിക്കുമ്പോഴും നമുക്ക് ഒരു വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ വായിച്ചാലും പറഞ്ഞാലും കേട്ടാലും ഒക്കെയും ആ വിശ്വാസം തന്നെയാണ് നമ്മൾ വായിക്കുമ്പോഴാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ പ്രാർത്ഥനയോടെ, ഒരു വിവേചന ബുദ്ധിയോടെ ഈ വചനത്തെ സമീപിച്ചുകൊണ്ട് ദൈവത്തോട് പറയാം, ദൈവമേ, ഞാൻ ഇന്ന് അറിയുന്ന കാര്യങ്ങളൊക്കെയും ഞാനത് സത്യമാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ അത് എൻ്റെ കേട്ടറിവുകൾ മാത്രമാണ്, ഞാൻ വചനത്തിൽ നിന്ന് ഗ്രഹിച്ചതല്ല. എന്നാൽ ഞാൻ വചനത്തിലേക്ക് നോക്കുന്നു. വചനം അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നാണല്ലോ എൻ്റെ ദൈവമേ അങ്ങയുടെ വചനം. ഞാൻ അന്വേഷിക്കുകയാണ് കർത്താവേ. ഞാൻ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി അങ്ങയുടെ പുസ്തകം, ജീവൻ്റെ പുസ്തകം, ദൈവം വചനമാകുന്നു എന്ന് പറഞ്ഞ ഈ വചനത്തിലേക്ക് ദൈവത്തെ കാണുവാൻ ശ്രമിക്കുകയാണ്. ദൈവം പറഞ്ഞ സത്യത്തെ കാണാൻ ശ്രമിക്കുകയാണ്. അങ്ങ് എനിക്കത് വെളിപ്പെടുത്തണമേ. സത്യമായതിൽ നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ. ആ സത്യത്തിൽ നിൽക്കുന്നവർ അറിവാണ് വിശ്വാസമായി പരിണമിക്കേണ്ടതെന്ന് അവിടുന്ന് തന്നെ പറയുന്നുണ്ടല്ലോ. ആ അറിവിനെ യഥാർത്ഥ അറിവാക്കി സത്യത്തെ എന്നെ അറിയിക്കണമേ. എനിക്കതിൽ നിൽക്കാൻ ആഗ്രഹമുണ്ട്. സത്യത്തിലൂടെ ലഭിക്കുന്ന പരിജ്ഞാനവും അതുവഴി ലഭിക്കുന്ന അനുഗ്രഹവും, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവമേ, എന്നെ സഹായിക്കണമെന്നുള്ള ആത്മാർത്ഥ പ്രാർത്ഥനയോടെ നിങ്ങൾ പുസ്തകം തുറന്നു വെച്ച് വായിക്കാനും കേൾക്കാനും ശ്രമിക്കാൻ തയ്യാറായാൽ ദൈവം നിങ്ങളെ തള്ളിക്കളയുകയില്ല. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന, നോവ് ഒക്കെ ദൈവം അറിയുകയും നിങ്ങളെ ഓരോരുത്തരെയും സത്യത്തിലേക്ക് നടത്തുകയും ചെയ്യും. അതിനുള്ള ആഗ്രഹം ഉണ്ടാകണം. ഇല്ല, ഞാൻ അറിയുന്നതൊക്കെ തന്നെയാണ് സത്യം, എനിക്കിതിൽ നിന്ന് പുറത്തേക്ക് വരണ്ട, ഇത് തന്നെയാണ് സത്യം എന്നൊക്കെ പറയുന്ന ഭാഗത്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എത്തേണ്ടടുത്ത് എത്തുകയില്ല എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മിച്ചവരോട്ടെ പ്രാർത്ഥനയോടെ ഇതിലേക്ക് നോക്കുക. ദൈവം ഇന്ന് ഭൂമിയിൽ പലർക്കും, ഒരുപാട് പേരൊന്നുമില്ല, വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം വെളിപ്പെടുത്തിയ വചനസത്യങ്ങളെ
താങ്കൾക്കും വെളിപ്പെടുത്തി തരുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നന്ദി.